بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പരിപൂർണമായ ഗ്രന്ഥമാണെന്നും ഖുർആൻ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നും അതിലെല്ലാ കാര്യങ്ങളും സന്മാർഗവും ഉൾക്കൊള്ളുന്നുണ്ടെന്നുമുള്ള കാര്യം അറിയിച്ചിരിക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്ത് അതിനൊരു ഉദാഹരണമാണ്. അഥവാ തുടർന്നുള്ള ആയത്ത് വളരെ സാരസമ്പൂർണമായ ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ ആ ആയത്തിൽ കൽപ്പിക്കുകയും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ നിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി അവൻ കൊണ്ടുവരേണ്ട 3 കാര്യങ്ങളും ജീവിതം സ്വസ്ഥതയും സമാധാനമുള്ളതായി തീരാനായി അടിസ്ഥാനപരമായി അവൻ ഉപേക്ഷിക്കേണ്ട 3 കാര്യങ്ങളുമാണ് ഈ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇളുകും ലഅല്ലകും തദക്കറൂൻ. നീതി പുലർത്താനും പരോപകാരം ചെയ്യാനും ബന്ധുക്കൾക്ക് കൊടുക്കാനും തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുകയും വ്യക്തമായ മ്ലേച്ഛങ്ങളിൽ നിന്നും പൊതുപാപങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അവൻ തടയുകയും ചെയ്യുന്നു. അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങൾ ഉപദേശം ഉൾക്കൊള്ളാനാണ്. ഈ ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഈ ആയത്തിൽ അടിസ്ഥാനപരമായ 3 നന്മകളെയും അടിസ്ഥാനപരമായി മനുഷ്യൻ വർജിക്കേണ്ട 3 തിന്മകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ ജുമാ ഖുത്ബയുടെ അവസാനത്തിലും ഈ ആയത്ത് ഓതുമായിരുന്നു. ഇന്നും ആ പതിവ് തുടരുന്നുണ്ട്. കാരണം മനുഷ്യർ മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയത്തിന് അടിസ്ഥാനമായ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആഴ്ചയും ജനങ്ങളെ ഓർമ്മിപ്പിക്കാനായി ഖുത്ബയുടെ അവസാനം ഈ ആയത്ത് പാരായണം ചെയ്യുന്നത്. അഖ്സം സൈഫി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ടിട്ടാണ് ഇസ്ലാമിലോട്ട് വന്നത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്നു. അഖ്സം സൈഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അറിഞ്ഞപ്പോൾ ആ പ്രവാചകൻ സത്യപ്രവാചകനാണോ എന്ന് അന്വേഷിക്കാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലോട്ട് പോവാനായി തീരുമാനിച്ചു. ആ സന്ദർഭത്തിൽ ബാക്കിയുള്ളവർ പറഞ്ഞു, താങ്കൾ നേതാവാണ്, അതുകൊണ്ട് നേതാവ് ആദ്യം തന്നെ അങ്ങോട്ട് പോവേണ്ട. അപ്പോൾ അഖ്സം സൈഫി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാൽ ഞാൻ 2 പേരെ അദ്ദേഹത്തിലോട്ട് അയക്കാം. അങ്ങനെ അദ്ദേഹം തീരുമാനിക്കുകയും 2 ദൂതന്മാരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അന്വേഷിക്കാനായി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലോട്ട് അയച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവർ വരികയും തങ്ങളോട് മൻ അൻത വമാ അൻത, തങ്ങളെ തങ്ങൾ ആരാണ്, താങ്കൾ എന്താണ് എന്ന് ചോദിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദ് ആണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണ്. തുടർന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ നാം പാരായണം ചെയ്ത ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന് തുടങ്ങിയ ആയത്ത് പാരായണം ചെയ്ത് കേൾപ്പിച്ചു. ഒരിക്കൽ കൂടി പാരായണം ചെയ്യുക എന്ന് അവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ ആയത്ത് പാരായണം ചെയ്ത് കേൾപ്പിച്ചു. തുടർന്ന് ആ ദൂതന്മാർ മടങ്ങി അഖ്സം സൈഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ എത്തുകയും പറയുകയും ചെയ്തു, ആദ്യം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റി ചോദിച്ചു, പക്ഷേ അദ്ദേഹം അതിന് മറുപടിയായി വിശദമായ മറുപടിയൊന്നും നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു. പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം വലിയൊരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. പിന്നീട് അദ്ദേഹം ഞങ്ങൾക്ക് ഒരു വചനം ഓതി കേൾപ്പിച്ചു. ആ വചനം ഇതാണെന്ന് പറഞ്ഞ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന് തുടങ്ങുന്ന നാം ഇപ്പോൾ പാരായണം ചെയ്ത ആയത്ത് അഖ്സം സൈഫി റളിയല്ലാഹു അൻഹുവിനെ ഓതി കേൾപ്പിച്ചു. ഈ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പ്രവാചകൻ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും മോശമായ കാര്യങ്ങൾ വർജിക്കാനായി കൽപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകനാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മതത്തിൽ പ്രവേശിക്കുക, നിങ്ങൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയാവുക,
പിന്നിലായി പോകരുത് എന്ന് അദ്ദേഹം ജനതയോട് പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിലോട്ട് കടന്നു വന്നു. ഇപ്രകാരം ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി റിവായത്തുകളിൽ കാണാം, ആരംഭകാലത്ത് ഞാൻ മനസ്സില്ലാ മനസ്സോടെ പൊതുവായി എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നതാണ്. ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് നിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി. ശേഷം നിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു മലക്ക് എൻ്റെ അരികിലെത്തി ഈ ആയത്ത് എൻ്റെ മേൽ അവതരിപ്പിച്ചു. ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ അവസ്ഥ കാണുകയും ആയത്ത് കേൾക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ സത്യവിശ്വാസം രൂഢമൂലമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ ആയത്തിൽ ഇറങ്ങുകയും ചെയ്തു. വലീദ് ബിൻ മുഗീറ ഈ ആയത്ത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത് കേട്ടപ്പോൾ അദ്ദേഹം ഖുറൈശികളുടെ അരികിൽ പോയിക്കൊണ്ട് പറഞ്ഞു, വല്ലാഹി ഇന്ന ലഹു ലഹലാവ വ ഇന്ന അലൈഹി ലതലാവ വ ഇന്ന അസ്ലഹു ലമുർവികുൻ വ അഅലാഹു ലമുസ്മിറുൻ വമാ ഹുവ ബിഖൗലി ബശർ. പടച്ചവനിൽ സത്യം, ഈ വചനത്തിൽ ഒരു തരം മാധുര്യമുണ്ട്, ഇതിൻ്റെ മേൽഭാഗത്ത് മഹത്തായ പ്രകാശമുണ്ട്, ഇതിൻ്റെ വേരുകൾ ഇലമുളപ്പിക്കുന്നു, ഇതിൻ്റെ ശാഖകൾ പഴം നൽകുന്നതുമാണ്, ഒരിക്കലും ഇതൊരു മനുഷ്യൻ്റെ വാക്കല്ല. അദ്ദേഹം ഈ ആയത്ത് കേട്ട് അത്ഭുതം കൊണ്ട് മക്ക മുശ്രിക്കീങ്ങളുടെ ഖുറൈശികളുടെ അടുക്കൽ പോയി പറഞ്ഞ വാചകങ്ങളാണിത്. ഇത്രയും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ അവനെ സഹായിക്കുന്ന അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു. 3 കാര്യങ്ങൾ വർജിക്കാനായി കൽപ്പിക്കുകയും ചെയ്യുന്നു. ആ 3 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ആ 3 കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിജയവും ഐശ്വര്യവും കണ്ടെത്താൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ആദ്യമായി വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കാൻ പറയുന്ന ഗുണം അദ്ൽ, നീതിയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി ഉണ്ടാക്കാനായി കൽപ്പിക്കുന്നു. എന്താണ് നീതി എന്ന് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നീതി അത്യാവശ്യമാണ്. നീതി എന്ന് പറയുമ്പം ഒരു ഭരണകർത്താവിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നീതി പുലർത്തുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. പടച്ചവനോട് നീതി പുലർത്തേണ്ടതുണ്ട്, സ്വന്തം ശരീരത്തോട് നീതി പുലർത്തേണ്ടതുണ്ട്, എല്ലാ ജനങ്ങളോടും നീതി പുലർത്തേണ്ടതുണ്ട്. ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം മേഖലകളുണ്ടോ എല്ലാ മേഖലകളിലും നീതി പുലർത്തുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യപരമായ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ധാരാളം ആയത്തുകളിൽ മുമ്പുള്ള സൂറത്തുകളിലും നാം വിശദീകരിച്ചു കഴിഞ്ഞതാണ് അതിൽ നീതിയെ എത്രത്തോളം ഇസ്ലാം പ്രാധാന്യതയോടുകൂടി കാണുന്നു എന്നുള്ളത്. എല്ലാ മേഖലയിലും ഒരു മനുഷ്യൻ നീതി പുലർത്തണം, അള്ളാഹുവിനോട് നീതി പുലർത്തണം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, ജീവിതത്തിൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ തൊട്ട് മാറി നിൽക്കണം, അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കണം. ഇതാണ് അള്ളാഹുവിനോടുള്ള നീതി എന്നുള്ളത്. അള്ളാഹു എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകി, ദുനിയാവിൽ ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു, അനുഗ്രഹങ്ങൾ നൽകി. എല്ലാവർക്കും ഓരോ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹുവിന് നന്ദി കാണിക്കണം. നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ്, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ടാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നീതിയുള്ളവരായി തീരണം. സ്വന്തം ശരീരത്തോട് നീതി കാണിക്കണം, മറ്റുള്ള എല്ലാ ജനങ്ങളോടും നീതി കാണിക്കണം. ഒരു കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടത്തിൽ നീതി കാണിക്കണം, ആരെയും വഞ്ചിക്കരുത്, അന്യായമായ സമ്പത്ത് സമ്പാദിക്കരുത്. ഈ രീതിയിൽ വഞ്ചനയില്ലാത്ത സത്യസന്ധമായ കച്ചവടമായിരിക്കണം ചെയ്യേണ്ടത്. ഉദ്യോഗത്തിൽ നീതി പാലിക്കണം, തൻ്റെ ഉടമസ്ഥനെ ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിന് നീതി കാണിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കണം. ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നീതി കാണിക്കണം, ഭാര്യ മക്കളോടുള്ള കടമകൾ പൂർത്തിയാക്കണം. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് നീതി കാണിക്കണം, ഭർത്താവിനോടുള്ള കടമകൾ പൂർത്തിയാക്കണം. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോടുള്ള കടമകൾ പൂർത്തിയാക്കി നീതി കാണിക്കണം. മക്കളോട് നീതി കാണിക്കണം. ഫത്തഖുല്ലാഹ ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവരുടെ ഇടയിൽ നീതി കാണിക്കണം, അവരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. അനന്തരാവകാശങ്ങൾ വീതിക്കുന്ന വിഷയത്തിൽ നീതി കാണിക്കണം. ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം മേഖലയുമായി ഒരു മനുഷ്യൻ ബന്ധപ്പെടുന്നുണ്ടോ എല്ലാ മേഖലയിലും ചെയ്യേണ്ട കാര്യങ്ങൾ വഞ്ചനയില്ലാതെ സത്യത്തോടുകൂടി അന്യൻ്റെ മുതൽ കൈവശപ്പെടുത്താതെ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് ഹക്കുകൾ പൂർത്തിയാക്കിക്കൊണ്ട് ചെയ്യുന്നതിനാണ് നീതി എന്ന് പറയുന്നത്. ഈ നീതി ഓരോ ആളുകളും
എല്ലാ മേഖലയിലും കാണിക്കുകയാണെങ്കിൽ ദുന്യാവിൽ സമാധാനത്തോടു കൂടി എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കും. ഈ നീതി നഷ്ടപ്പെടുമ്പോഴാണ് ദുന്യാവിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നത്, അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അനീതി എവിടെയെല്ലാം ഉണ്ടാകുന്നോ അവിടെയെല്ലാം അക്രമങ്ങൾ വ്യാപിക്കും, അവിടെയെല്ലാം അശാന്തി ഉണ്ടാകും. നീതി എവിടെയെല്ലാം ഉണ്ടാകുമോ അവിടെയെല്ലാം അക്രമങ്ങൾ കുറയുകയും സമാധാനം വ്യാപിക്കുകയും ചെയ്യും. വീട്ടിൽ നീതി ഉണ്ടായാൽ വീട്ടിൽ സമാധാനമുണ്ടാകും, വീട്ടിൽ അനീതിയാണെങ്കിൽ വീട്ടിൽ അശാന്തി ഉണ്ടാകും. ഭരണകർത്താക്കളിൽ നിന്നും അനീതി ഉണ്ടായാൽ നാട്ടിൽ അശാന്തി ഉണ്ടാകും, ഭരണകർത്താക്കൾ നീതിയുള്ളവരായി തീരുകയാണെങ്കിൽ നാട്ടിൽ ശാന്തി ഉണ്ടാകും. കച്ചവടക്കാരൻ അനീതി കാണിക്കുകയാണെങ്കിൽ അവൻ്റെ കച്ചവടത്തിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. ആ കച്ചവടം കൊണ്ട് വേണ്ട ഗുണങ്ങൾ അവനുണ്ടാകുന്നതല്ല. കച്ചവടക്കാരൻ നീതിയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും കച്ചവടം ചെയ്യുകയാണെങ്കിൽ ദുന്യാവിലും ആഖിറത്തിലും ഉന്നതമായ സ്ഥാനങ്ങളിലോട്ട് അള്ളാഹു അവനെ എത്തിക്കും. ഐശ്വര്യവും സമാധാനം സന്തോഷവും അള്ളാഹു നൽകും. ലഭിക്കുന്ന സമ്പത്തിൽ അള്ളാഹു ഐശ്വര്യമിട്ട് കൊടുക്കുകയും അവൻ്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ വിജയം, സമാധാനം, സന്തോഷം ഇതെല്ലാം ലഭിക്കാനുള്ള കാരണമായി അള്ളാഹു തആല പഠിപ്പിച്ചു തരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിനോടും മറ്റുള്ള എല്ലാ സൃഷ്ടികളോടും നിങ്ങൾ ഏർപ്പെടുന്ന ഓരോ മേഖലയിലോടും നിങ്ങൾ നീതിയെ പുലർത്തുക, നീതിയുള്ളവരായി തീരുക. തീർച്ചയായും നിങ്ങൾക്ക് ഉന്നതമായ വിജയം ലഭിക്കുന്നതാണ്. വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ കാര്യമായി അള്ളാഹു പറയുന്നത് നീതിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. മറ്റു 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും 3 കാര്യങ്ങൾ വർജിക്കാനും ഈ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.